9th സ്റ്റാൻഡേർഡ് CBSEയുടെ ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്ററിന്റെ അടുത്ത ഒരു ഓൺലൈൻ ക്ലാസ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് എക്സർസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ABCD is a quadrilateral in which P, Q, R and S are midpoints of sides AB, BC, CD and DA. ഓക്കെ, അതായത് ABCD എന്ന ക്വാഡ്രിലാറ്ററലിന്റെ മിഡ് പോയിന്റ്സ് ആണ് ആരൊക്കെ? P, Q, R, S. ഓരോ സൈഡ്സിന്റെയും മിഡ് പോയിന്റ്സ് ആണ്. ഓക്കെ, AB യുടെ മിഡ് പോയിന്റ് ആണ് P, BC യുടേത് Q, CD യുടേത് R, AD യുടേത് S. ഓക്കെ, AC is a diagonal. AC എന്താണ്? ഡയഗണൽ ആണ്. Show that SR parallel AC. SR-ഉം AC-യും പാരലൽ ആണെന്ന് കാണണം. അതുപോലെ SR is equal to half AC. AC യുടെ ഹാഫ് ആണ് SR എന്നും നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അതുപോലെ PQ is equal to SR. PQ-ഉം SR-ഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ PQRS ഒരു പാരലലോഗ്രാം ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പാർട്ടായിട്ട് പ്രൂവ് ചെയ്യാം. ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്ന SR പാരലൽ AC എന്നും SR is equal to half AC എന്നുമാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ആൻസറിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഫസ്റ്റ് പാർട്ട്, അതിനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നു ട്രയാങ്കിൾ ADC. ഇൻ ട്രയാങ്കിൾ ADC എന്ന ട്രയാങ്കിളില് AD യുടെ മിഡ് പോയിന്റ് ആണ് S, അതുപോലെ CD യുടെ മിഡ് പോയിന്റ് ആണ് R. ശരിയല്ലേ? അപ്പൊ എനിക്ക് എഴുതാം S is midpoint of AD and R is midpoint of CD. നമ്മൾ പഠിച്ചു, ഒരു ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ ആ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും, അതുപോലെ തേർഡ് സൈഡിന്റെ ഹാഫും ആയിരിക്കും. ശരിയല്ലേ? അപ്പോ നോക്കി, ADC എന്ന ട്രയാങ്കിളില് AD യുടെയും CD യുടെയും മിഡ് പോയിന്റ്സ് ആണ് S ഉം R ഉം. ആ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡ് ആയ AC-ക്ക് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? സോ നമുക്ക് അവിടെ മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് എന്താണ്? SR പാരലൽ AC, SR പാരലൽ AC എന്ന് പറയാം. അതുപോലെ അതുപോലെ ഒരു കാര്യം ഇവിടെ പറയാം, എന്താണ്? SR is equal to half AC. ഓക്കെ, അപ്പോ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതും. എന്താണ് ഇതിന്റെ കാരണം? എന്താ? മിഡ് പോയിന്റ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് പാർട്ട് എന്താണ്? PQ is equal to SR. PQ-ഉം SR-ഉം ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി നേരത്തെ എടുത്ത ട്രയാങ്കിൾ ADC ആണല്ലോ. ഇനി എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ താഴത്തെ ട്രയാങ്കിൾ ആണ് ABC. ABC എന്ന ട്രയാങ്കിൾ എടുക്കുന്നു. ഇൻ ട്രയാങ്കിൾ ABC. ഓക്കെ, ABC എന്ന ട്രയാങ്കിളില് AB യുടെ മിഡ് പോയിന്റ് ആണ് P, അതുപോലെ BC യുടെ മിഡ് പോയിന്റ് ആണ് Q. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെ എഴുതും? P is midpoint of AB and P is midpoint of AB and Q is midpoint of BC, അല്ലേ? And Q is midpoint of BC. അപ്പോൾ Pയും Qയും മിഡ് പോയിന്റ്സുകളാണെന്ന് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് ഈ മിഡ് പോയിന്റ്സ് രണ്ട് ജോയിൻ ചെയ്താൽ അത് തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും, അതുപോലെ തേർഡ് സൈഡിന്റെ ഹാഫും ആയിരിക്കും. അപ്പോ PQ പാരലൽ AC, that implies PQ parallel AC and PQ is equal to half AC. ബ്രാക്കറ്റിൽ വീണ്ടും മിഡ് പോയിന്റ് തിയറത്തിന്റെ എന്തെഴുതണം? സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഓക്കെ, അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുക. ഇനി ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2, ഇക്വേഷൻ നമ്പർ 1 എന്ത് കിട്ടി? SR is equal to half AC. ഇക്വേഷൻ നമ്പർ 2 എന്ത് കിട്ടി?
പി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് എ സി. അപ്പൊ എസ് ആർ ഹാഫ് എ സി ആണ്, അതുപോലെ പി ക്യൂവും ഹാഫ് എ സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ക്യു ഈസ് ഈക്വൽ ടു എസ് ആർ എന്ന് പറഞ്ഞൂടെ? ശരിയല്ലേ? അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഫ്രം ഇക്വേഷൻ 1 and 2 പി ക്യു ഈസ് ഈക്വൽ ടു എന്ത്? എസ് ആർ. സോ സെക്കൻഡ് പാർട്ട് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, ഇനി തേർഡ് പാർട്ട്. മൂന്നാമത്തെ പാർട്ട് വളരെ സിമ്പിൾ ആണ്. എന്താണ്? പി ക്യു ആർ എസ് ഒരു പാരലോഗ്രാം ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ നോക്കിയാൽ ഫ്രം ഇക്വേഷൻ 1 and 2 എസ് ആർ പാരലൽ എ സി ആൻഡ് പി ക്യു പാരലൽ എ സി. എസ് ആർ എ സിക്ക് പാരലാണ്, ആ എ സി ആർക്ക് പാരലാണ്? പി ക്യൂവിന് പാരലാണ്. അങ്ങനെയാണെങ്കിൽ എസ് ആർ പാരലൽ എ സി ആൻഡ് എസ് ആർ പാരലൽ പി ക്യു. അപ്പൊ അവിടെ എന്ത് കിട്ടും? എസ് ആർ പാരലൽ എ സിയും എസ് ആർ പാരലൽ പി ക്യൂബ് ആണെങ്കിൽ ആരൊക്കെ പാരലായിരിക്കും? എസ് ആറും എ സിയും പി ക്യൂബും എന്തായിരിക്കും? പാരലായിരിക്കും. അവിടെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എസ് ആർ പാരലൽ എ സി പാരലൽ പി ക്യൂ. അപ്പൊ അത് നമുക്ക് ആവശ്യം ആരൊക്കെ മാത്രമേ ഉള്ളൂ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ക്യു ആർ എസ് അല്ലേ? അതായത് എസ് ആറും പി ക്യൂവും പാരലാണെന്ന് മാത്രം മതി. രണ്ട് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. പി ക്യു പാരലൽ ആര്? എസ് ആർ. ഓൾസോ നേരത്തെ തന്നെ നമുക്ക് കിട്ടി. എന്താണ്? ഓൾസോ പി ക്യു ഈസ് ഈക്വൽ ടു എസ് ആർ. നോക്കിയേ, പി ക്യു ആർ എസില് പി ക്യൂവും ആർ എസും പാരലലുമാണ്, അതുപോലെ ഈക്വലുമാണ്. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആയി കഴിഞ്ഞാൽ അതർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും എന്തായേ പറ്റൂ? പാരലലും ഈക്വലും ആയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ പി ക്യു ആർ എസ് എന്തായിരിക്കും? പി ക്യു ആർ എസ് ഈസ് എ parallelogram. That implies PQRS is a parallelogram. Okay. Next question ഇങ്ങനെയാണ്. In a parallelogram ABCD, E and F are midpoints of sides AB and CD respectively. AB എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് E, അതുപോലെ സി ഡി എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് എഫ്. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ലൈൻ സെഗ്മെന്റ്സ് എ എഫ് ആൻഡ് ഇ സി, എ എഫ് എന്ന ലൈൻ സെഗ്മെന്റും ഇ സി എന്ന ലൈൻ സെഗ്മെന്റും ട്രൈസെക്ട് ദ ഡയഗണൽ ബി ഡി. ബി ഡി എന്ന ഡയഗണലിനെ എന്ത് ചെയ്യുന്നു? ട്രൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് മീൻസ് ഡിവൈഡിങ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അപ്പൊ ട്രൈസെക്ട് മീൻസ് ഡിവൈഡിങ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. അതായത് ഈ ലൈനും ഈ ബി ഡി എന്ന ലൈനിനെ 1, 2, 3 3 ഈക്വൽ പാർട്സ് ആക്കുന്നു എന്ന് കാണിക്കണം. അതായത് ബി ക്യു ഈസ് ഈക്വൽ ടു ക്യു പി ഈസ് ഈക്വൽ ടു പി ഡി എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ എടുക്കുന്നതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ബി ക്യു ഈസ് ഈക്വൽ ടു പി ക്യു ഈസ് ഈക്വൽ ടു ഡി പി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഇത് മൂന്നും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ അതിനായിട്ട് നമുക്ക് അതിലുണ്ട് എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം അല്ലെ? ആൻസർ തുടങ്ങാൻ പോവാണ്. എന്താണ്? ഗിവൺ എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെങ്കിൽ, എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെങ്കിൽ എ ബി പാരലൽ സി ഡി ആയിരിക്കുമല്ലോ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ ബി പാരലൽ സി ഡി എന്ന് പറഞ്ഞൂടെ? അത് ഉറപ്പാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ എ ബിയുടെ ഒരു പാർട്ടാണ് എ ഇ. ശരിയല്ലേ? അതുപോലെ സി ഡിയുടെ ഒരു പാർട്ടാണ് സി എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എ ഇ പാരലൽ സി എഫ് എന്ന് പറഞ്ഞൂടെ? രണ്ട് പാരലൽ ലൈൻസിന്റെ പാർട്ടുകളും എന്തായിരിക്കും? ഈക്വൽ. ഇത് രണ്ടും പാരലൈൻസ് ആണെങ്കിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്തു, ഇത്രയും ഭാഗം കട്ട് ചെയ്തു. ഇത് രണ്ടും എന്ത് തന്നെയായിരിക്കും? പാരലൽ തന്നെയായിരിക്കും അല്ലെ? അപ്പോ എ ഇയും സി എഫും എന്താണ്? പാരലൽ ആണ്. ഓക്കെ, അതുപോലെ ഇനി നമുക്കറിയാം എ ബി ഓൾസോ എ ബി ഈസ് ഈക്വൽ ടു സി ഡിയും ആയിരിക്കും. കാരണം പാരലോഗ്രാം ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇനി നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ അതിന്റെ ഹാഫുകളും ഈക്വൽ ആയിരിക്കില്ലേ? ഹാഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി ആയിരിക്കും. ശരിയല്ലേ? രണ്ട് സൈഡ് ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഹാഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി. ഈ ഹാഫ് എ ബിയുടെ ഹാഫിനെ എനിക്ക് എ ഇ എന്ന് എഴുതിക്കൂടെ? കാരണം
കാരണം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇ ആൻഡ് എഫ് ആർ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് എ ബി ആൻഡ് സി ഡി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഇ എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഹാഫ് ആണ് ആര്? എ ഇ. അപ്പൊ ഹാഫ് എ ബിക്ക് പകരം ഞാൻ എന്ത് എഴുതി? എ എന്ന് എഴുതി. അതുപോലെ എഫ് ഇതിന്റെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് സി എഫ് എന്ന് പറയുന്നത് സി ഡിയുടെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. അപ്പൊ ഹാഫ് സി ഡിക്ക് പകരം എനിക്ക് എന്താ എഴുതാം? സി എഫ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ എ ഇ ഇസ് ഈക്വൽ ടു ആര്? സി എഫ്. അപ്പൊ രണ്ട് കാര്യങ്ങളായി. എന്തൊക്കെയാണ്? എ ഇ പാരലൽ സി എഫ് ഉണ്ട്, അതുപോലെ എ ഇ ഈസ് ഈക്വൽ ടു സി എഫ് ഉണ്ട്. അപ്പൊ നോക്കിയേ, എ ഇയും സി എഫ് ഓപ്പോസിറ്റ് സൈഡ്സ് കണ്ടോ. എ ഇ സി എഫ് എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമായി മാറും. കാരണം അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, അതുപോലെ എന്താണ്? ഈക്വലുമാണ്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആയി കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ അതർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും, അതുപോലെ പാരലലും ആയിരിക്കും. അതുപോലെ എ ഇ സി എഫ് ഇവിടെ എന്താണ്? ഒരു പാരലലോഗ്രാമും ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പറയാം ഫ്രം 1 and 2. ഫ്രം 1 and 2 എന്ത് പറയാം? എ ഇ സി എഫ് ഈസ് എ പാരലലോഗ്രാം. എ ഇ സി എഫ് എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ എ ഇ സി എഫ് ഒരു പാരലലോഗ്രാം ആണെന്ന് കിട്ടിയല്ലോ. എ ഇ സി എഫ് ഈസ് എ പാരലലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ പാരലായിരിക്കും? എ ഇയും സി എഫും പാരലാണ് നമുക്ക് നേരത്തെ അറിയാം. അപ്പൊ ബാക്കിയുള്ള ഓപ്പോസിറ്റ് സൈഡും പാരലായിരിക്കണ്ടേ? അതാരൊക്കെയാ? ഇ സി പാരലൽ എ എഫ് ആയിരിക്കും അല്ലെ. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് അവിടെ എന്ത് പറയാം? ഇ സി അല്ലെ. ദാറ്റ് ഇംപ്ലൈസ് ഇ സി പാരലൽ ഇ സി ഇവിടെ ഇ സി പാരലൽ എ എഫ്. ഇ സി പാരലൽ എ എഫ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. കൺസിഡർ ട്രയാങ്കിൾ ബി പി എ. ബി പി എ. ഇൻ ട്രയാങ്കിൾ ബി പി എ നമുക്കറിയാം ഇ സിയും എ എഫും പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി പി എ എന്ന ട്രയാങ്കിളിൽ അതിന്റെ രണ്ട് പാർട്ടുകൾ ഉണ്ടല്ലോ. ഈ ഫുൾ ലൈനും പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനും എന്തായിരിക്കും? പാരലായിരിക്കണ്ടേ? ഈ ഫുൾ ലൈനിന്റെ ഒരു പാർട്ടാണിത്, ഈ ഫുൾ ലൈനിന്റെ ഒരു പാർട്ടാണിത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻ ട്രയാങ്കിൾ ബി പി എ. ബി പി എക്ക് അകത്ത് ആരൊക്കെ പാരലാണ്? ഇ ക്യു പാരലൽ എ പി അല്ലെ. ഇ ക്യു പാരലൽ എ പി. കാരണം എന്താണ്? സിൻസ് ആരൊക്കെ പാരലാ? ഇ സി പാരലൽ എ എഫ് ആയതുകൊണ്ടാണ് അല്ലെ. അങ്ങനെ അത് രണ്ടും പാരലാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഉപയോഗിക്കാമല്ലോ. ഇത് രണ്ടും പാരലാണെങ്കിൽ അപ്പൊ നമുക്കറിയാം ഇങ്ങനെയാണ് ട്രയാങ്കിൾ നിൽക്കുന്നത് കണ്ടോ. ഇതിനെ തിരിച്ചു വെച്ചേക്കണമെന്നേ ഉള്ളൂ. ഇവിടെ ബി കണ്ടോ, അത് മുകളിൽ എഴുതി ബി. നീ പോയിന്റ് ആരാ? പി. ഇവിടെ ആര്? എ കണ്ടോ. നീ ഇങ്ങനെ ലൈനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇ എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റിൽ കൂടി ഈ ലൈനിന് പാരലായി ഒരു ലൈൻ വരയ്ക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച മിഡ് പോയിന്റ് തിയറത്തിന്റെ കോൺവേഴ്സ് എന്താണ്? മിഡ് പോയിന്റ് തിയറം പറഞ്ഞത് എന്താ? രണ്ട് ട്രയാങ്കിളില് രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചാൽ അത് തേർഡ് ലൈനിന് പാരലായിരിക്കും, അതുപോലെ തേർഡ് ലൈനിന് ഹാഫും ആയിരിക്കും എന്നാണ് പഠിച്ചത് അല്ലെ. അതിന്റെ കോൺവേഴ്സ് എന്താ? കോൺവേഴ്സ് ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടി, ക്യൂ മിഡ് പോയിന്റ് ആണെന്ന് ഇരിക്കട്ടെ, മിഡ് പോയിന്റിൽ കൂടി ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ അപ്പുറത്ത് ടച്ച് ചെയ്യുന്നത് ഇവിടെ തന്നെ ആയിരിക്കും, മിഡ് പോയിന്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുപോലെ ഇവിടെ നോക്കി, ഇ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലെ. അവിടെ നിന്ന് ഈ രണ്ട് ലൈൻസും പാരലലുമാണ് അല്ലെ. ഇത് രണ്ടും പാരലലുമാണ്. മിഡ് പോയിന്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഈ ക്യൂ എന്തായിരിക്കും? അതുകൊണ്ട് മിഡ് പോയിന്റ് തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ ബൈ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം, മിഡ് പോയിന്റ് തിയറത്തിന്റെ കോൺവേഴ്സ് വെച്ചിട്ട് ക്യൂ ബി പി യുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ക്യൂ ഈസ് മിഡ് പോയിന്റ് ഓഫ് ബി പി. ക്യൂ ബി പി യുടെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഈക്വൽ? ബി ക്യൂവും ക്യൂ പിയും ഈക്വൽ. ബി ക്യൂവും ക്യൂ പിയും എന്താണ്? ഈക്വൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബി പി ഈസ് ഈക്വൽ ബി ക്യൂ അല്ലെ. ബി ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ പി. ബി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ പി. ഇക്വേഷൻ എ എന്ന് എഴുതി ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, അതുപോലെ സെയിം കാര്യം നമുക്ക് മുകളിലത്തെ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ ഡി ക്യൂ സി.
DQC in triangle DQC in triangle DQC ലാസ്റ്റ് പാർട്ടാണ് DQC എന്ന ട്രയാങ്കിളില് നമുക്കറിയാം F is the midpoint of CD. F is midpoint of CD. F സിഡിയുടെ മിഡ് പോയിന്റ് ആണ്. ഇത് രണ്ടും പാരലൽ ആണ്. നേരത്തെ എടുത്ത ഫുൾ ലൈനിന്റെ പാർട്ടുകളാണ് ഇത് അല്ലേ. അതായത് QC യും PF ഉം പാരലൽ. QC പാരലൽ EF. QC പാരലൽ QC പാരലൽ PF കണ്ടോ. QC പാരലൽ PF. അതിന്റെ കാരണം സിൻസ് ആരൊക്കെ പാരലൽ ആയണ്ടാ ഈ EC യും AF ഉം. EC പാരലൽ AF. സിൻസ് EC പാരലൽ AF ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും പാരലൽ. നേരത്തെ പറഞ്ഞ പോലെ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. ഇത് മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റിൽ കൂടി ഈ സൈഡിനെ പാരലൽ ആയിട്ട് വരയ്ക്കുമ്പോൾ P ഈ സൈഡിന് എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. സോ P is the midpoint of DQ by converse of midpoint theorem. By converse of midpoint theorem, P is midpoint of DQ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഈക്വൽ? ഈ PQ ഉം DP യും എന്താണ്? ഈക്വൽ അല്ലെ. ദാറ്റ് ഇംപ്ലൈസ് PQ is equal to DP. ഇക്വേഷൻ നമ്പർ B. ഇനി ഫ്രം ഇക്വേഷൻ A ആൻഡ് ഇക്വേഷൻ B. ഇക്വേഷൻ A എന്ന് കിട്ടിയ എന്താ? BQ ഉം QP യും ഈക്വൽ. ഇപ്പൊ കിട്ടിയ എന്താ? DP യും PQ യും ഈക്വൽ എന്ന് പറഞ്ഞാൽ മൂന്നും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. ഫ്രം A ആൻഡ് B, BQ is equal to QP അല്ലെങ്കിൽ PQ അല്ലെ. BQ is equal to PQ is equal to DP. ഓക്കെ, മൂന്നും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് അർത്ഥം? AF ആൻഡ് EC ട്രൈസെക്ട് ഡയഗണൽ BD എന്ന ഡയഗണലിനെ അത് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ലൈൻസ് എന്ത് ചെയ്യുന്നു? ട്രൈസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസിൽ ചെയ്തത്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യൂ ചാപ്റ്റർ പഠിക്കാം. അപ്പൊ ഇത്രയും പഠിച്ച് എന്ത് ചെയ്യുക? ക്ലിയർ ആക്കി വെച്ചേക്കുക. ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.